ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയുടെ മൂന്നാം ഘട്ടം പുറത്തിറക്കി ബി.ജെ.പി. 15,000 യുവാക്കൾക്ക് പുതുതായി സർക്കാർ ജോലി നൽകുമെന്നും ഡൽഹിയെ അയൽ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മഹാഭാരത് ഇടനാഴി നിർമ്മിക്കുമെന്നും വാഗ്ദാനം. ആം ആദ്മി സർക്കാർ ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയിൽ മുങ്ങിയെന്ന പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. യുവാക്കളെ സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനങ്ങളാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രകടന പത്രികയുടെ മൂന്നാം ഘട്ടത്തിലുള്ളത്. രാജ്യതലസ്ഥാനത്ത് 15,000 യുവാക്കൾക്ക് പുതുതായി സർക്കാർ ജോലി നൽകുമെന്നാണ് വാഗ്ദാനം. കൂടാതെ 13,000 പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കും. ഡൽഹി, ഹരിയാന, UP ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാഭാരത് ഇടനാഴി നിർമ്മിക്കുമെന്നും ബി.ജെ.പി. വ്യക്തമാക്കി. വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളെ കബളിപ്പിച്ച ആം ആദ്മി സർക്കാർ നിലവിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. आज पूरी दिल्ली की जनता कूड़े से परेशान है. टैंकर माफिया खत्म करने का वादा किया, लोग आस कर रहे थे और जल बोर्ड में बहुत बड़ा घोटाला कर टैंकर माफिया खत्म करने के वादे की भी बलि बना दी. മഹിളാസ് നദി പദ്ധതിയിലൂടെ വനിതകൾക്ക് പ്രതിമാസം 2,500 രൂപ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് PG വരെ സൗജന്യ വിദ്യാഭ്യാസം, പെൻഷൻ തുക ഉയർത്തും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയുടെ 1ഉം 2ഉം ഘട്ടത്തിൽ ബി.ജെ.പി. നടത്തിയിരുന്നു. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ താരപ്രചാരകരെ അണിനിരത്തിയുള്ള റാലികളും പൊതുപരിപാടികളുമാണ് ബി.ജെ.പി. മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. ജനം, ഡൽഹി.